ഇതെനിക്ക് തോന്നുന്നു ഒത്തിരി സ്റ്റേജുകളിൽ പിന്നീട് പാടിയില്ലേ, തുടർന്ന് ഇങ്ങോട്ട് ഇപ്പോഴും അല്ലെ നമ്മള് എല്ലാവരും ഇപ്പോഴും. ഇന്നലെ ഒരു ജി ശ്രീറാം എന്ന് പറയുമ്പോ ആ ഒരു കാറ്റേ കാറ്റേ എന്നുള്ളതാണ് ആൾക്ക് കാറ്റേ കാറ്റേ ശ്രീറാം എന്ന് പരസ്യമായി വിളിച്ചു തുടങ്ങിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇത്രയും നാള് ഒരു പക്ഷെ എന്തുകൊണ്ട് പാടിയില്ല എന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ ഈ പാട്ട് കൊണ്ട് ഞാനെപ്പോഴും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് മാത്രം കാണുന്നയാളാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇത് എൻ്റെ 52ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ പാടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. അത് ഏകദേശമെങ്കിലും ജയചന്ദ്രൻ്റെ മനസ്സിൽ ഉണ്ടായ ഏകദേശ ഭാവമെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് പാടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ അന്നത്തെ ഒരു തലമുറ, പക്ഷെ ഇപ്പോൾ പാടുമ്പോൾ ഈ പുതിയ തലമുറയും അന്നത്തെ തലമുറ എല്ലാവരും ഒരുപോലെ. അപ്പം അങ്ങനെയുള്ള പോസിറ്റീവായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഈ 4 പേരുടെ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു, മിമിക്രി ഗ്രൂപ്പ് ഉണ്ടാക്കി 5 പേര് ചേർന്നിട്ട്. പിന്നീട് അത് അങ്ങനെയാണ് അത് ഞങ്ങൾ ഈ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തന്നെ കാരണം, ആദ്യകാലത്ത് ഇപ്പോൾ 80s ഞങ്ങൾ കണ്ട് ശീലിച്ച് വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഹാസ്യകലാപ്രകടനം. അതിനു മുമ്പ് ഈ 3 മൊസ്കിറ്റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന നാരായണൻകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതുണ്ടായിരുന്നു. അതല്ലാതെ നമ്മുടെ ഈ ലോക്കലായിട്ട് മിമിക്രിക്കൊക്കെ ഒരു ആക്സെപ്റ്റൻസ് ഉള്ള കാലമാണ്. ഇന്നത്തെ പോലെ ആക്സെപ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു. ഈ പറയുന്ന കോളേജ് നാടകങ്ങളായിരുന്നു അന്ന്, കുറെ നാടകവും കഥാപ്രസംഗവും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഹാസ്യകലാപ്രകടനം എന്നാണ് പേര്. അത് എന്താണെന്ന് പോലെ ഈ പറയുന്ന പോലെ നാടകം ഒരു ഉത്സവത്തിനാണെങ്കിൽ, ഉത്സവത്തിനല്ലേ ഉള്ളൂ നമുക്ക് വേദികൾ. അപ്പോൾ ഉത്സവത്തിന് മെയിൻ ഒരു ഡ്രാമ കാണും, പ്രധാന ഐറ്റം ആയിരിക്കും. അതിനു മുമ്പ് വല്ല ഡാൻസോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഈ സ്റ്റേജ് ഒരുക്കാനായിട്ട് കർട്ടൻ ഇടും, അല്ലെങ്കിൽ ഗാനമേള, അതിനുവേണ്ടി കർട്ടൻ ഇടും. ഈ കർട്ടൻ്റെ മുമ്പേ അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. ഇത് തന്നെയാണ് പല ആർട്ട് സൊസൈറ്റികളിലും ഉണ്ടായിരുന്നത്. ഓഡിറ്റോറിയം പ്രോഗ്രാം ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ കർട്ടൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു കൈ വരും, ചുരുളും, മതി 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 നിർത്ത്. അതായത് അവിടെ സെറ്റ് റെഡിയായി, ഇനി നീ നിർത്തിക്കോ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് കണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ടി.കെ. രാജീവ് കുമാറിൻ്റെയും കൂടെ ഒരു ബുദ്ധിയാണത്. ഞങ്ങൾ 2.5 മണിക്കൂർ പക്ക പ്രോഗ്രാം. അതിനന്ന് കിട്ടിയ ഒരു സ്വീകാര്യത എങ്ങനെയായിരുന്നു? ഭയങ്കര സ്വീകരണമായിരുന്നു. കാരണം ഫുൾ പ്രോഗ്രാമാണ്. അതിനകത്ത് വേറെ ഒരു തരത്തിലും ഇപ്പം ഞങ്ങൾ അതിനകത്ത് ചെറിയ സ്കിറ്റുകളും തമാശകളും ഒക്കെ ചേർത്തിട്ടുള്ള എല്ലാം ഓൺ ദ സ്പോട്ടാണ്. സ്ക്രിപ്റ്റിംഗ് ഇല്ല, സ്ക്രിപ്റ്റ് പരിപാടിയില്ല, പറഞ്ഞിട്ട് ഇങ്ങനെ ഇല്ല. സ്ക്രിപ്റ്റ് അങ്ങനെയില്ല, പറഞ്ഞു വയ്ക്കും, കുറച്ച് റിഹേഴ്സലൊക്കെ എടുക്കും, പിന്നെ സ്റ്റേജിൽ വരുന്നതാണ് എക്സ്റ്റംബർ. തമാശ ഒരുത്തൻ അടിച്ചാൽ അതിനെ കൗണ്ടർ അടിക്കണം. അപ്പോൾ ഇത് അടുത്ത വേദിയിൽ പോകുമ്പോൾ അവനറിയാം ഞാനിത് കൗണ്ടർ അടിക്കും, അല്ലെങ്കിൽ അവൻ ഇതിനെ കൗണ്ടർ അടിക്കും. അപ്പോൾ അത് മാറ്റും. അപ്പോൾ എപ്പോഴും ലൈവായിരിക്കും. അപ്പോൾ ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാവരെയും, എല്ലാത്തരം പ്രായത്തിലുള്ളവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് മാത്രമേ പ്രസന്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഈ ഡബിൾ മീനിങ് ഉള്ള വാക്കുകളൊക്കെ വെച്ച് എല്ലാവരും ചിരിക്കുന്നത് അതിനാണല്ലോ. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഞങ്ങൾ ഒഴിവാക്കിയിട്ട് പക്കയായിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു. പിന്നെ മെയിൻ ഐറ്റം ഞങ്ങളുടെ ഒരു കച്ചേരി ആയിരുന്നു. അപ്പോൾ എനിക്ക് പാടാൻ അറിയാവുന്നതുകൊണ്ട്, അതുപോലെ ടി.കെ. രാജീവ് കുമാർ മൃദംഗം പഠിച്ചിട്ടുണ്ട്, ബാലൻ എന്ന് പറയുന്ന പുള്ളിയും മൃദംഗം പഠിച്ചിട്ടുണ്ട്, ഈ ഗോപാലകൃഷ്ണൻ കീബോർഡിസ്റ്റാണ്, അന്ന് ഹാർമോണിയം വായിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ടീം ഉള്ളതുകൊണ്ട് ഒരു മ്യൂസിക്കിന് ഞങ്ങൾ മിമിക്രി ആണെങ്കിൽ പോലും പക്ക ഒരു കൺസേർട്ട് പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു, അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഐറ്റം. ഇതേ സമയത്താണ് കലാഭവൻ തുടങ്ങിയത്, കലാഭവൻ മിമിക്സ് പരേഡ്. പ്രസാദ് അൻസാർ. അപ്പൊ അവർക്കൊക്കെ ഞങ്ങളാണ് ആദ്യം തിരുവനന്തപുരത്ത് പ്രോഗ്രാം കൊടുക്കുന്നത്. ലാല സിദ്ദിഖ് മരിച്ചുപോയി, ലാല സിദ്ദിഖ്, റഹ്മാൻ, ഈ അൻസാർ, പ്രസാദ്, ഈ ടീം. അപ്പൊ ഞങ്ങൾ തമ്മിലും അത്ര അടുപ്പമായിരുന്നു എന്നുള്ള, മറ്റേ അതല്ല അവര് നല്ല ഐറ്റം കാണിച്ചു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഇതൊന്നും കോമ്പറ്റീഷൻ ഒന്നുമില്ല. പക്ഷെ അവർക്ക് കലാഭവൻ ഒരു ലേബൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പക്ക പ്രൊഫഷണൽ ആയിട്ട് പ്രോഗ്രാംസിന് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേജ് മാത്രമേ ചെയ്തുള്ളൂ. നല്ല സമയത്ത്, നല്ല പേരുള്ള സമയത്ത് തന്നെ നിർത്തുകയും ചെയ്തു. ഒരു 91 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അതിനുശേഷമാണ് പിന്നെ ആകാശവാണിയിലേക്ക് പോകുന്നത്. ഞാൻ അതിനുശേഷം ആകാശവാണി പോയി. അതിനു മുമ്പ് രാജീവും അവർക്കെല്ലാം ബാങ്കിൽ ജോലി കിട്ടി, നന്ദനും ബാലനും ഇവർക്കെല്ലാം എല്ലാവരും ബാങ്ക് ജോലി സമയമാണ് എനിക്ക് തോന്നുന്നു. അപ്പം ഈ നമ്മൾ ഈ ഓണക്കാലത്തെ ഓണവിശേഷങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ഈ ആകാശവാണിയിലൊരു ഓണ ദിനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ? ആകാശവാണിയിലെ ഓണം
അതായത് ഇപ്പൊ നമ്മൾ ചാനലുകളൊക്കെ ഓണം അങ്ങ് വളരെയധികം ആഘോഷിക്കുകയാണ്. ആ ഒരു രീതി തന്നെയായിരുന്നു അവിടെയും ഈ ഓണ സമയത്ത്? ആകാശവാണിയില് ഞാൻ പറയട്ടെ, ഇപ്പൊ ബ്രോഡ്കാസ്റ്റ് ആണല്ലോ, ഓണത്തിന്റെ സമയത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പരിപാടികളാണ്. അതായത് ഫുൾ ടൈം ഓണം പരിപാടികളായിരിക്കും. അത് ലളിത സംഗീതമാകട്ടെ, അല്ലെങ്കിൽ ഈ വയലിൻ വീടും പോലുള്ള പരിപാടികൾ, അതുപോലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും പരിപാടികൾ, സയൻസ് പ്രോഗ്രാം, അല്ലെങ്കിൽ സാഹിത്യം, ഇതെല്ലാത്തിനകത്ത് ഓണമാണ്. ഓണം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും പോവുക. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഓട്ടത്തിലായിരിക്കും ഞങ്ങളെല്ലാവരും. പലപ്പോഴും തിരുവോണത്തിന് പോലും ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഉണ്ണാൻ പറ്റാത്ത അവസരം ഉണ്ടായിട്ടുണ്ട്. കാരണം 4-ാം ഓണത്തിനൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരുന്ന പരിപാടികൾ, കാരണം ഈ സ്റ്റുഡിയോ കിട്ടണം, ഇത് ഫൈനൽ മിക്സിങ്ങിനുള്ള സമയം കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര തിരക്കായിരിക്കും ആ ഒരു സമയത്ത്. അതുകൊണ്ട് ഓണം സമയത്ത് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞങ്ങളുടെ അസോസിയേഷൻ അവിടെ ക്ലബ്ബ് ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ അതിനു മുമ്പ് ഒരു ഓണപ്പൂക്കളമൊക്കെ ഒരുക്കി പിന്നീട് സദ്യയൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓണം സമയത്ത് ഇത്രയും തിരക്കായിരിക്കും. ഈ ഓണത്തിന് ചെയ്ത ആകാശവാണിയിലൊക്കെ അന്ന് വളരെ പോപ്പുലർ ആയിട്ട് വന്ന ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മയുണ്ടോ? പാട്ടുകൾ പെട്ടെന്ന് പാട്ടിൻ്റെ വരികൾ അങ്ങനെ ഓർമ്മ വരുന്നില്ല. ഒരു പാട്ട് ഇപ്പോൾ കൂടുതലും ഈ ഗ്രൂപ്പ് സോങ്സ് ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നൊരു പാട്ട് ആടിക്കാർ മൂക്കിൽ മാറുഴിഞ്ഞു, അത് ഐരൂർ സദാശിവൻ എന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത പാട്ടാണ്. പെട്ടെന്ന് ഒരു വരിയെ പെട്ടെന്ന് ഓർമ്മ വരുന്നുള്ളൂ. പിന്നെ ഞാൻ തന്നെ വള്ളംകളിക്കൊക്കെ വേണ്ടി ചെയ്ത പാട്ടുകൾ ഗ്രൂപ്പാണ്. അങ്ങനത്തെ ചില പാട്ടുകൾ, അത് അതായത് ആറന്മുള വള്ളസദ്യക്ക് കൊണ്ടുപോകുന്ന, അത് എഴുമാവിൽ രവീന്ദ്രനാഥ് പറഞ്ഞ ആളാണ് എഴുതിയത്. ഞാൻ തന്നെ മ്യൂസിക് ചെയ്തിട്ട് ഞാൻ തന്നെ, അത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അത് അരിപയറും പലവ്യഞ്ജനവും അവിൽമലരും കടുശർക്കരയും നിറച്ചൊരു തോണി വരവായി തകതകതൈ എന്ന് പറഞ്ഞിട്ടൊരു പക്ക ഒരു വള്ളപ്പാട്ട്. സൂരജ് സന്തോഷാണ് അത് പാടിയത്. പിന്നീടാണ് ഞാൻ പാടിയത്. ഞാൻ കമ്പോസ് ചെയ്തിട്ട് സൂരജ് സന്തോഷാണ് അത് പാടിയത്. അങ്ങനത്തെ വള്ളപ്പാട്ടുകൾ അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളാണ് അതെല്ലാം. പിന്നെ എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട്, ചാണക്യൻ. അതെങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു എൻട്രി? അത് രാജീവ് കുമാറിന്റെ ആദ്യത്തെ സിനിമ ചാണക്യൻ. അപ്പോൾ ചാണക്യൻ ആ സിനിമ കമൽഹാസനും ജയറാമുമാണ്. ജയറാം എന്ന മിമിക്സ് പരേഡിലെ ആർട്ടിസ്റ്റാണ്. ജയറാമൊക്കെ പിന്നീട് വന്നവരാ. അപ്പോൾ മിമിക്രി കലാകാരനെ വെച്ചിട്ടുള്ളൊരു സിനിമയാണത്. മിമിക്രിക്കാരൻ്റെ അയാളെ എത്തരത്തിലാണ് അവര് ദുരുപയോഗപ്പെടുത്തുന്നുള്ള ഒരു ഇതും കൂടെയാണ്. അപ്പോൾ അതിനുവേണ്ടി മിമിക്രി കാണിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ്, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം നമുക്ക് വേണ്ടി ഓർക്കണം. അയ്യോ തീർച്ചയായിട്ടും. അപ്പോൾ അവര് ഈ ഓഡിയൻസിനെ കാണിക്കുമ്പോൾ ഓഡിയൻസ് ചിരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും എക്സ്പ്രഷനൊക്കെ കാണിക്കുന്നത് നമുക്ക് ഇത്രയും പേര് ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു 10,000 പേര് ഇരിക്കുമ്പോൾ. അപ്പോൾ അത് ചേരുന്ന ഞങ്ങൾ സ്റ്റേജിൽ മിമിക്രി കാണിക്കും. അപ്പം അതിനകത്ത് ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ അത് ശ്രദ്ധിക്കും. അപ്പോൾ ഇതാണ് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഈ അവസാനം പൊട്ടിക്കുന്ന അമിട്ട് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കും എല്ലാവരും, തമാശ. അപ്പൊ അതാണ് ഷൂട്ട്. സിനിമ വരുമ്പോ സിനിമയിൽ ഇപ്പം ഒരു പക്ഷേ അത് തിലകൻ സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. അപ്പം ജയറാമും മിമിക്രിക്കാരനായിട്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളായിട്ട്. അപ്പൊ ജയറാമിന്റെ ചിലപ്പോൾ ക്ലോസ് ഷോട്ട് കാണിക്കുമ്പോൾ ജയറാം തമാശ പറഞ്ഞിട്ട് ജയറാം ചില സമയത്ത് കൂടെയുണ്ട്. അപ്പൊ അത്തരത്തില് അപ്പോൾ 2-3 സീനും അപ്പോൾ ആവശ്യമുണ്ട്. മിമിക്രിക്കാരെ ചോദ്യം ചെയ്യുന്നതായിട്ടൊക്കെ മധുവാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങളിങ്ങനെ 1-2 സീനിലൊക്കെ ഇങ്ങനെ വന്നിട്ട് അത്രേ ഉള്ളൂ. അതിലെന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടോ? കുറേ അനുഭവങ്ങൾ. ഒന്ന്, പലപ്പോഴും ഈ ഷൂട്ടിൻ്റെ കൂടെ നമുക്ക് നടക്കാൻ പറ്റാറില്ല. അന്ന് ഞാൻ ഈ PG ഡിപ്ലോമയ്ക്ക് പഠിക്കുക കൂടെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. പക്ഷേ കമൽഹാസൻ എന്ന നടനെ കുറിച്ച് കേട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഒന്ന് പ്രൊഫഷണലാണ്, പക്ക പ്രൊഫഷണലാണ്. ഈ പറയുന്ന ജാടകളോ നമ്പറുകളോ ഒന്നും അദ്ദേഹം വരുമ്പോഴില്ല. ഈ തോക്കിൻ്റെ എന്താ പറയണം കറക്കുന്ന ഇതുണ്ട്, അത് പുള്ളി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ അത് വലിയൊരു ആവശ്യമുള്ള കാര്യമല്ല, പക്ഷെ അതിനു വേണ്ടി പുള്ളി പോലും അത് പ്രാക്ടീസ് ചെയ്യും. homework അത് കഴിഞ്ഞിട്ട് ഈ ക്യാമറയിൽ നിന്ന് ഇത്ര ദൂരം പോകുമ്പോൾ ഒരു ഷോട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് പുള്ളി തന്നെ അളന്നിട്ട് ഇങ്ങനെ അവിടുന്ന് ഒരു നൂല് കെട്ടി നോക്കി, അങ്ങനെയൊക്കെ അത്ര ഡെഡിക്കേറ്റഡ് ആണ് പുള്ളി അഭിനയം. പിന്നെ പേഴ്സണലി എനിക്ക് ഒരിത്, ഞങ്ങൾ ഈ ഷൂട്ടിൻ്റെ ഒരുക്കങ്ങൾ നടക്കണേ ഉള്ളൂ. അത് ഈ കോബാങ് ടവേഴ്സ്, തിരുവനന്തപുരത്തെ കോബാങ് ടവേഴ്സിലാണ് വേദി. അപ്പോൾ സ്റ്റേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞങ്ങൾ മൈക്കൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാണ് അടുത്തൊരു ഷോട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറത്ത് ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അവിടുത്തെ റൂമിൽ ആരൊക്കെ സ്റ്റാർസ് എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പം അതിനകത്ത് സുപ്രഭാതത്തിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പം ഞാൻ അതിനകത്ത് എല്ലാവരും കിളികളും പശുവിൻ്റെയും ആടിൻ്റെയും കോഴിയുടെ കരച്ചിലും ഇതൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ ഈ ഇടയ്ക്കയും കൗസല്യ സുപ്രചാര അതിൻ്റെയൊക്കെ അത് പാടി ആദ്യം. ഏകദേശം അതേ ടോണിലൊക്കെ ആണെന്ന് പാടാൻ പറ്റുമായിരുന്നു. രാമപൂർവ സന്ധ്യ പ്രവർത്തതേ, അപ്പം അത് ഇടയ്ക്ക് വായിക്കുന്നു. അപ്പം അപ്പുറത്തുനിന്ന് കുയില് കൂന്നു ഈ ശബ്ദം. അത് കഴിഞ്ഞിട്ട് ഒരു ഈ പ്രകൃതിയുടെ ഒരു ഇത് കാണിക്കുമ്പോൾ ചില മ്യൂസിക് പോലെയൊക്കെ അവർ പ്ലേ കാണിക്കും, വാഗുകൊണ്ട് തന്നെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ. ഞാനൊരു ഫോക്ക് സോങ് അന്ന് കേട്ട് പഠിച്ച ഒരെണ്ണം പെട്ടെന്ന് ഞാൻ അതങ്ങ് പാടി. കാലയിലയറുണ്ട് മരം, കാലയിലയറുണ്ട് മരം, സർക്കാർ വെച്ച മരം, ജോറാന മരുത മരം, അങ്ങനെ ഒരു സാധനം. ഇത് പാടിക്കഴിഞ്ഞപ്പോൾ തമിഴ് പാട്ടിന്റെ ഒരു, ശരിക്കും പറഞ്ഞാൽ തമിഴ് ഫോക്കാണ്. അതിങ്ങനെ ഈ കാളവണ്ടിയിലൊക്കെ ഇരുന്ന് രാവിലെ ഇങ്ങനെ കാളവണ്ടി പോകുമ്പോൾ പാടുന്ന പോലെയാണ് ആ പാട്ട്. അപ്പുറത്തുനിന്ന് ഒരാളിങ്ങനെ അപ്പുറത്തെ വശത്ത് ഞാൻ നോക്കുമ്പോൾ കമലഹാസൻ വന്നിങ്ങനെ നോക്കുമ്പോൾ ഞാൻ പാടിക്കൊണ്ട് നിൽക്കണം. അപ്പം പുള്ളി ആരാണ് എന്നിങ്ങനെ നോക്കുകയാണ്, പാടിക്കൊണ്ട് പുള്ളി ഇങ്ങനെ കാണിച്ചിട്ട് അതിനേക്കാളും വലിയൊരു അംഗീകാരം വേറെ കിട്ടാൻ ഒരുപാട്. പിന്നെ കുറച്ചാള് അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഹൈസ്കൂള് ഇളമ്പ എന്നൊരു സ്ഥലം, ആറ്റിങ്ങലിനടുത്ത്. അങ്ങനെ ഒരു 1.5 വർഷം സ്കൂളിൽ അധ്യാപകനായിരുന്നു. അതിനു മുമ്പ് തരങ്കനിശ്ശേരി സ്കൂളിൽ ഞാൻ അധ്യാപകനായിരുന്നു, ദാസാറിൻ്റെ. അവിടെ വയലിൻ സ്റ്റുഡൻ്റ് ആയിരുന്നു ആദ്യകാലത്ത്. അത് കഴിഞ്ഞിട്ട് അവിടെ പാട്ടും സംസ്കൃതമൊക്കെ കുറച്ച് പഠിപ്പിക്കുന്ന രീതിയിൽ 4-5 വർഷം അവിടെ. ആ സമയത്താണ് ഞാൻ കോളേജ് ഗോയിങ് ആയിട്ട് മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചത്. ഇത് രാവിലെയും വൈകുന്നേരമേ ഉള്ളൂ ക്ലാസ്സുകൾ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ സ്കൂളിൽ PSC വഴി ജോയിൻ ചെയ്യുന്നത്. പക്ഷെ 1.5 വർഷമേ ഇരുന്നുള്ളെങ്കിലും ആ വർഷം ഇലക്ഷൻ വന്നു. ആ വർഷം തന്നെയായിരുന്നു ഈ എന്താണ് സർവേ. അപ്പോൾ ഇതിനെല്ലാം 1.5 വർഷം കൊണ്ട് തന്നെ ഒരുവിധമുള്ള സെൻസസ് ആണ്. സർവേ അല്ല, സെൻസസ്. അപ്പോൾ ഒരു 1.5 വർഷം കൊണ്ട് ഒരു 5 വർഷം ഇരുന്ന് ചെയ്യേണ്ട ജോലികളെല്ലാം ഇലക്ഷനൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോയി ഏതോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. റോഡ് സൈഡിലെ ഒരു മണ്ണൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ സ്ഥലത്ത് ഒരു പലക വെച്ചിട്ട് അതിൽ കിടന്നുറങ്ങി, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ്. പിന്നെ അതിനുശേഷം ഈ ആകാശവാണിയിലെ ഈ പാട്ടുകളൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ആൾക്കാർ ഇങ്ങനെ അയക്കുന്നതാണോ, അതിൽ നിന്ന് നമ്മൾക്ക് സെലക്ട് ചെയ്തെടുക്കുന്നതാണോ? ആകാശവാണിയിൽ ഈ സ്ക്രിപ്റ്റിന് മാത്രമേ ഉള്ളൂ നമ്മൾ ആർക്ക് വേണോ അയക്കാം എന്നുള്ളൊരു. പക്ഷേ അകത്തെ സ്ക്രീനിങ് ഉണ്ട്. നമ്മളൊരു ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്, അവരാണ് തിരഞ്ഞെടുക്കുക. ആർക്ക് വേണോ അയക്കാം. അപ്പോൾ എനിക്കും വേണമെങ്കിൽ എഴുതി അയക്കാം പാട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് വരുന്നത് ഒരുപാടായിരിക്കും. കാരണം ആർക്ക് വേണോ അയക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമാണെങ്കിൽ ഞാനൊരു പാട്ട് എഴുതി അയക്കും. എടുക്കണം എന്നില്ല. പക്ഷെ അവിടെ പാടുന്നവരെല്ലാം ഓഡീഷൻ്റെ ആർട്ടിസ്റ്റ് ആയിരിക്കും. ശബ്ദം കേൾപ്പിക്കുന്നത് ആകാശവാണിയിലൂടെ ശബ്ദത്തിലൂടെ പുറത്തു വരുന്ന എല്ലാ ശബ്ദത്തിനും ഓഡീഷൻ വേണം. ഒരു ശബ്ദപരിശോധന കഴിഞ്ഞവർക്ക് മാത്രമേ, അന്നേ ഉള്ള നിയമം അങ്ങനെയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ഒരുപാട് നല്ല സ്ക്രിപ്റ്റുകൾ കിട്ടും. പലപ്പോഴും സാധാരണഗതിയിൽ പലതും തിരിച്ചയക്കാറുണ്ട്. ഞങ്ങളൊക്കെ അതിന് പറ്റുമെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആക്കാമെന്ന് പറഞ്ഞിട്ട് തിരുത്തിയെടുക്കാൻ പറ്റുന്നവ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല സ്ക്രിപ്റ്റുകൾ അങ്ങനെ വന്നിട്ടുണ്ട്.